ശബരിമലയിൽ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് തുടക്കമായി. തീർത്ഥാടനത്തിനായി ശബരിമല നട ഇന്ന് വൈകുന്നേരം തുറന്നു. ശബരിമല മേൽശാന്തിയായി ഇ.ഡി. പ്രസാദും മാളികപ്പുറം മേൽശാന്തിയായി എം.ജി. മനുവും സ്ഥാനമേറ്റു. 30,000-ലേറെ തീർത്ഥാടകരാണ് ആദ്യ ദിവസമായി ഇന്ന് ശബരിമലയിൽ ദർശനം നടത്തിയത്. സന്നിധാനത്ത് നിന്ന് ലേറ്റസ്റ്റ് വിവരങ്ങളുമായി എം.ജി. പ്രതീഷ് അപ്ഡേറ്റ് ചെയ്യും. പ്രതീഷ്, വിവരങ്ങൾ. SKN ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ വീണ്ടും ഒരു മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തിനാണ് തുടക്കമായത്. രാവിലെ വൈകുന്നേരം 5 മണിക്ക് ശബരിമല നട തുറന്നു. ക്ഷേത്ര തന്ത്രിയുടെയും മേൽശാന്തിയുടെയും നേതൃത്വത്തിലാണ് ശബരിമല നട തുറന്നത്. ശബരിമല മേൽശാന്തിയായി ഇ.ഡി. പ്രസാദും മാളികപ്പുറം മേൽശാന്തിയായി എം.ജി. മനു നമ്പൂതിരിയും ചുമതലയേറ്റു. അല്പസമയം മുമ്പാണ് സ്ഥാനാരോഹണ ചടങ്ങുകൾ ശബരിമലയിലും മാളികപ്പുറത്തുമായി നടന്നത്. വലിയ തീർത്ഥാടന തിരക്കാണ് ശബരിമല അനുഭവപ്പെടുന്നത്. ആദ്യ ദിവസം തന്നെ തീർത്ഥാടകരുടെ ഒഴുക്കാണ് ശബരിമലയിലേക്ക്. 30,000-ന് മുകളിൽ തീർത്ഥാടകരാണ് ഇതിനോടകം തന്നെ ശബരിമലയിൽ ദർശനം നടത്താൻ എത്തിയിട്ടുള്ളത്. ഈ നടപ്പന്തലിലടക്കം തീർത്ഥാടകരുടെ വലിയ നിരയാണ് ഇപ്പോഴും ഉള്ളത്. നാളെ പുലർച്ചെ 3 മണിക്ക് ശബരിമല നട തുറക്കും. ഉച്ചയ്ക്ക് 1 മണിക്കായിരിക്കും ശബരിമല നടയടയ്ക്കുന്നത്. പിന്നീട് വൈകുന്നേരം 3 മണിക്ക് നട തുറന്നാൽ രാത്രി 11 മണി വരെ ശബരിമല നട തുറന്നിരിക്കും. ഈ ശബരിമലയിൽ എത്തുന്ന തീർത്ഥാടകർക്കുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്നതാണ് ദേവസ്വം ബോർഡ് അറിയിച്ചിരിക്കുന്നത്. സുരക്ഷയ്ക്ക് പോലീസുകാരെ അധികമായി തന്നെ വിന്യസിച്ചിട്ടുണ്ട്. കൂടുതൽ തീർത്ഥാടകർ എത്തിയാൽ അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ, തിരക്ക് നിയന്ത്രിക്കുന്ന കാര്യങ്ങൾ പോലീസിന്റെയും ദേവസ്വം ബോർഡിന്റെയും ഭാഗത്ത് നിന്ന് ഉണ്ടാകും. നാളെ പുലർച്ചെ 3 മണിക്ക് പുതിയ മേൽശാന്തി ഇ.ഡി. പ്രസാദ് നമ്പൂതിരിയാണ് ശബരിമല നട തുറക്കുന്നത്. ഇന്ന് അത്താഴ പൂജയ്ക്ക് ശേഷം ഹരിവരാസനം പാടുമ്പോൾ ഈ നിലവിലെ ശബരിമല മേൽശാന്തിയായ അരുൺകുമാർ നമ്പൂതിരി പടിയിറങ്ങും. എന്തായാലും മണ്ഡല മകരവിളക്ക് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട വലിയ ഒരുക്കങ്ങൾ ശബരിമലയിൽ പൂർത്തിയായിട്ടുണ്ട്. 90,000 തീർത്ഥാടകർ പ്രതിദിനം ശബരിമലയിൽ എത്തും. 20,000 തീർത്ഥാടകരാണ് സ്പോട്ട് ബുക്കിംഗ് വഴി ശബരിമലയിൽ ദർശനം നടത്താൻ കഴിയുക. ഈ വിവിധ ഇടത്താവളങ്ങളിൽ ഇതിനുള്ള സൗകര്യം ഇതിനോടകം തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശബരിമല പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ IAS തിരുവനന്തപുരത്ത് നിന്ന് ശബരിമലയിൽ എത്തിയിരുന്നു. 2 ദിവസം സന്നിധാനത്ത് ഉണ്ടായിരിക്കും. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അവലോകന യോഗങ്ങളടക്കം ശബരിമലയിൽ നടത്തുന്നുണ്ട്. കൂടുതലും തീർത്ഥാടകരുടെ അടിസ്ഥാന സൗകര്യത്തിനായിരിക്കും പ്രഥമ പരിഗണന എന്നതാണ് അദ്ദേഹം പ്രതികരിച്ചിട്ടുള്ളത്. അത്തരത്തിൽ എല്ലാ ക്രമീകരണങ്ങളും ഭക്തർക്ക് സുരക്ഷിതമായ സുഗമമായ ദർശനം നടത്താനുള്ള സൗകര്യം ശബരിമലയിൽ ഉണ്ടായിരിക്കും എന്നതാണ് ദേവസ്വം ബോർഡും പോലീസും അറിയിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.